ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. കാപ്പിക്കുരു വിളവെടുപ്പ് സീസൺ ആരംഭിച്ചിട്ടും കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. വിലയിൽ വൻ ഇടിവുണ്ടായതോടൊപ്പം വിളവെടുക്കാൻ തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും ചെറുകിട കർഷകരെ വലയ്ക്കുകയാണ്. സീസണിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വിളവിനെ ആശ്രയിച്ചുള്ള ജീവിതം തകർച്ചയുടെ വക്കിലാണെന്ന് കർഷകർ പറയുന്നു. കാപ്പിക്കുരുവിന്റെ വിലയിൽ വൻ ഇടിവാണ് അനുഭവപ്പെടുന്നത്. 2 മാസത്തിനിടെ 1 കിലോ റോബസ്റ്റ കാപ്പിക്കുരുവിന്റെ വില 50ഉം കാപ്പിപ്പരിപ്പിന്റെ വില 75 രൂപയും കുറഞ്ഞു. 2 മാസം മുമ്പ് റോബസ്റ്റ കാപ്പിക്കുരുവിന് 240 രൂപയായിരുന്നത് ഡിസംബർ അവസാനത്തോടെ 190 രൂപയായി. കാപ്പിപ്പരിപ്പിന് 2 മാസം മുൻപുണ്ടായിരുന്ന 450 രൂപ 325 രൂപയായി കുറഞ്ഞു. 2021 ഡിസംബറിൽ കാപ്പിക്കുരുവിന് 80ഉം പരിപ്പിന് 140 രൂപയുമായിരുന്നു. 2022 കുരുവിന് 93ഉം പരിപ്പ് വില 175 രൂപയുമായിരുന്നു. 2024 കാപ്പിക്കുരു വില 222 രൂപയും പരിപ്പ് വില 395 രൂപയുമായിരുന്നു. ഇടുക്കിയിൽ കാപ്പി കൃഷി ചെയ്യുന്ന 150ഓളം വൻകിട എസ്റ്റേറ്റുകളും 2000ഓളം ചെറുകിട കർഷകരുമാണുള്ളത്. സീസണിൽ ഒറ്റത്തവണ ലഭിക്കുന്ന വിളവിനെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ ദുരിതത്തിന് വർഷങ്ങളായി മാറ്റമുണ്ടാകുന്നില്ല. ദിവസം 800-ലധികം രൂപ കൂലി നൽകിയാൽ മാത്രമേ കാപ്പിക്കുരു വിളവെടുപ്പിന് തൊഴിലാളികളെ ലഭിക്കൂ. തൊഴിലാളികളെ ലഭിച്ചാൽ പോലും ഉൽപ്പന്നത്തിന്റെ വിലയുമായി തട്ടിച്ചു നോക്കിയാൽ നഷ്ടം മാത്രമാണ് കർഷകർക്ക് മിച്ചം. വിളവെടുപ്പ് വൈകുമ്പോൾ കാപ്പിക്കുരു പഴുത്ത് പക്ഷികളും മറ്റും ഭക്ഷിക്കുന്നതും കർഷകർക്ക് വൻ തിരിച്ചടിയാവുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തെ സാരമായി ബാധിച്ചിരുന്നു. ഇത്തവണ ഭേദപ്പെട്ട വിളവുണ്ടെങ്കിലും വിലയിൽ ഇടിവുണ്ടാവുന്ന കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മറുനാടൻ വാഴക്കുലകൾ വിപണി കൈയടക്കിയതോടെ ദുരിതത്തിലായി കർഷകർ. നാടൻ വാഴക്കുലകൾക്ക് ന്യായവില ലഭിക്കാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ഏത്തക്കുലകൾക്കൊപ്പം ഞാലിപ്പൂവൻ, റോബസ്റ്റ എന്നിവയ്ക്കും വിലയില്ല. കർണാടക, മേട്ടുപ്പാളയം, വയനാട് മേഖലകളിൽ നിന്നുള്ള ഏത്തവാഴക്കുലകൾ ധാരാളമായി എത്തിയതോടെയാണ് നാടൻ കുലകളുടെ വിപണി തകർന്നത്. ഇവ വാഹനങ്ങളിലും മറ്റുമായി റോഡരികിൽ നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. ഗ്രാമീണ മേഖലകളിലും വാഹനങ്ങളിൽ ഏത്തപ്പഴങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട്. മറുനാടൻ കുലകൾ കിലോഗ്രാമിന് 25 മുതൽ 30 രൂപ നിരക്കിലാണ് വിൽപ്പന. എന്നാൽ നാടൻ ഏത്തക്കായ 50 രൂപയ്ക്കാണ് കർഷകർ വിൽക്കുന്നത്. ഇത് വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. ഏത്തക്കുല വെട്ടി വിപണിയിൽ കൊണ്ടുചെന്നാൽ ചെലവ് കാശ് പോലും കിട്ടുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഒരു വാഴയ്ക്ക് കുറഞ്ഞത് 300 രൂപയെങ്കിലും ഉൽപാദന ചെലവ് വരുമ്പോൾ കുലയ്ക്ക് കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ വിലയാണ്. 4 കിലോ ഏത്തപ്പഴം 100 രൂപയെന്ന നിലയിൽ റോഡരികിൽ വിൽക്കുന്നുണ്ട്. റോഡിൽ പെട്ടി ഓട്ടോകളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് കർണാടക, തമിഴ്നാട് കുലകളാണ്. നമ്മുടെ നാട്ടിലെ കുലകളെക്കാൾ ഗുണനിലവാരം കുറഞ്ഞതാണെങ്കിലും ആളുകൾ വിലക്കുറവ് നോക്കി വാങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു. ഓണക്കാലത്ത് നാടൻ പഴത്തിന് വിപണിയിൽ കിലോയ്ക്ക് 80 മുതൽ 90 രൂപയാണ് ലഭിച്ചത്. നാടൻ കുലകൾ കടകളിലും വേണ്ടെന്നായി. മറുനാട്ടിൽ നിന്നും കൊണ്ടുവരുന്നതാണ് വ്യാപാരികളും കടകളിലേക്ക് വാങ്ങുന്നത്. പഴം വിപണിയിൽ പൂവൻ പഴത്തിന് 60 രൂപയും ഞാലിപ്പൂവിന് 50 രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചിക്കന് പിന്നാലെ സംസ്ഥാനത്ത് മീൻ വിലയും കുതിച്ചുയരുകയാണ്. സുലഭമായി ലഭിച്ചിരുന്ന ചെറിയ മത്തി അടക്കമുള്ള മീനുകൾക്ക് 50 മുതൽ 100 രൂപ വരെയാണ് വിപണിയിൽ വില. മീനുകൾ ആഴക്കടലിലേക്ക് നീങ്ങിയതാണ് ലഭ്യത കുറയാൻ പ്രധാന കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അയലയും മത്തിയും പേരിന് മാത്രമാണിപ്പോൾ ലഭിക്കുന്നത്. കിലോ 100 രൂപയ്ക്ക് വിറ്റിരുന്ന ചെറിയ മത്തി 1 കിലോ ലഭിക്കണമെങ്കിൽ 150 മുതൽ 200 രൂപ വരെ നൽകണം. ചില്ലറ വിൽപ്പന മാർക്കറ്റിലെത്തുമ്പോൾ 10 രൂപ മുതൽ 20 രൂപയോളം കൂടും. മത്തിക്ക് 200-ൽ നിന്ന് 350 മുതൽ 400 വരെ ആയി. 250 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ചെറിയ അയല പുതിയാപ്പ, ബേപ്പൂർ ഹാർബറുകളിൽ വിറ്റുപോയത് 300 മുതൽ 350 രൂപ വരെയാണ്. നെയ്മീൻ, ആവോലി തുടങ്ങിയവയ്ക്ക് 1000 രൂപയ്ക്ക് അടുത്തായി. കേര, ചൂര, ചെമ്മീൻ തുടങ്ങിയവയുടെ വിലയും ഉയർന്നു. വലുപ്പത്തിനും ലഭ്യതയ്ക്കും അനുസരിച്ച് മീൻ വില തോന്നും പോലെയാണ്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലായി. കടലിൽ മത്സ്യം കുറഞ്ഞതിനാൽ ബോട്ടുകളും വള്ളങ്ങളും കരയ്ക്ക് കയറ്റി അന്യസംസ്ഥാന തൊഴിലാളികളടക്കം നാട്ടിലേക്ക് മടങ്ങി. ചെറിയ വള്ളങ്ങൾ പോലും കടലിൽ പോയാൽ ഇന്ധനവും കൂലിയും അടക്കം 35,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഇന്ധനച്ചെലവും തൊഴിലാളികളുടെ കൂലിയും അടക്കം താങ്ങാനാകാതെ ബോട്ടുടമകളും പ്രയാസത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 187, RSS 5 183, ലാറ്റക്സ് 130, ജാതിക 330, ജാതിപത്രി 1800, ഗ്രാമ്പു 900, അടയ്ക്ക 280,
കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,200, കുരുമുളക് അൺഗാർബിൾ 69,200, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 30,800, കൊപ്ര 18,850, ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, everlasting comfort and durability.